ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വടയുടെ റെസിപ്പിയും കണ്ടാ വന്നേക്കുന്നത്. അതെന്ത് വടയാന്നല്ലയോ? നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ചക്കയും മാങ്ങ എല്ലാ വീടുകളിലും കാണും. ചക്കയും മാങ്ങ മിക്കവാറും എല്ലാ വീടുകളിലും കാണും. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ സീസൺ തീരാറായിരിക്കുകയാണ്. എങ്കിലും ചില വീടുകളിലൊക്കെ ഇപ്പോഴും പഴുത്ത മാങ്ങയും പഴുത്തയൊക്കെ ഉണ്ടാവും. പഴുത്തയൊക്കെ മാത്രമല്ല, പച്ചച്ചക്കയും കാണും. പച്ചമാങ്ങ കാണാൻ സാധ്യത വളരെ കുറവാണ് വീടുകളിലൊക്കെ ഇപ്പോഴും. അപ്പം മഴക്കാലമൊക്കെ ആയി, ഇനിയിപ്പം ചക്ക തിന്നാലേ ചീത്തയായി പോകും. അപ്പം അത് എളുപ്പം തന്നെ എടുത്ത് നമുക്ക് ഇന്നൊരു വട ഉണ്ടാക്കാം, ചക്ക വട. നമ്മൾ ആ ചക്ക അവിയലും പുഴുക്കും എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരൊക്കെ കഴിച്ചിട്ടുണ്ടാക്കി ചക്കവട. എനിക്കറിയത്തില്ല ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെന്ന്. എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചക്കവട ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോകാനൊക്കത്തുള്ളൂ. ഞാനത് ഓരോ ചേർക്കുന്ന സമയത്തായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ ചക്ക ഉള്ളവരും ചെയ്ത് നോക്കുക. അല്ലാത്തവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ ചക്ക ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ചേരുവകളുണ്ട്. കുറച്ച് ചേരുവയെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെയുള്ള ചേരുവകളുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നിൽക്കുന്ന സാധനമാണ് ചക്കവട. നമ്മൾ പരിപ്പോടെയൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ നിൽക്കുന്ന ഒരു സാധനമാണ് ചക്കവട. നമുക്കിനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ ലൈക്ക് പ്രസ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ബട്ടൺ വരും, അതുകൂടെ ചെയ്തിടുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട്, ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ എനിക്കതൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ, യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു പ്രോത്സാഹനം ആവശ്യമാണ്. പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടാണ് എപ്പോഴും വേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ. പിന്നെ അതുപോലെ പലപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ കമൻസ് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ഇടണം. എങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് വല്ലതും ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടാലല്ല, യൂട്യൂബിൽ തന്നെ ഇട്ടെങ്കിൽ എനിക്ക് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ തന്നെ അതിൻ്റെ കമൻറ്റുകൾ ഇടുക. അപ്പം നമുക്കിനി കൂടുതൽ ധരിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഇനിയും വല്ലതും പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത് ഞാൻ പറയാം. എൻ്റെ വട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പച്ചച്ചക്ക നല്ലപോലെ വിളഞ്ഞല്ല, വിളയുന്നതിന് മുമ്പുള്ള ചക്കയാണ്. തീരെ അങ്ങ് ചെറിയ ചക്കയാവരുത്, ഒരു വിളയുന്നതിന് തൊട്ടുമുള്ള പരുവം, അല്ല ഒരുമാതിരി വിളഞ്ഞ ചക്കയായാലും കുഴപ്പമില്ല. അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്. അപ്പം നമുക്കിതിനെ ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം. അത് ഒരുപാടങ്ങ് അരിഞ്ഞു പോകരുത്, എന്നാൽ ഒത്തിരി അങ്ങ് കഷ്ണമായിട്ടിരിക്കുകയും ചില പരുവത്തെ അരഞ്ഞ് വരണം. നമുക്കിതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഞാൻ തന്നെ എൻ്റെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 10-15 അക്കച്ചോളം എടുത്തിട്ടുണ്ട്. അവിടെ വലിയ അക്കച്ചോളമായിരുന്നു, 10-15 എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഇനി ഇപ്പോൾ അതായത് നമ്മൾ ചക്ക എല്ലാം അരച്ചു തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് വെണ്ണ പോലെ അരയത്തില്ല, ഒരു പരിപ്പോടൊക്കെ അരിയുന്ന ആ ഒരു പരുവം പോലെയൊക്കെ അരിയത്തുള്ളൂ. വെണ്ണ പോലെ അരച്ചെടുക്കരുത്. ഇപ്പം ഇത് കണ്ടാൽ കണ്ടുണ്ട് വെള്ളത്തിൻ്റെ മയമുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ട ചേരുവയെന്ന് പറഞ്ഞാൽ എൻ്റെ കുനാന്നരിഞ്ഞ് വെച്ച സവാള, ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട്, അതും എല്ലാം കുനാന്നരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 2-3 പച്ചമുളക്, അധികം എരിയില്ലാത്ത പച്ചമുളകാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇഞ്ചി വേണ്ടാന്ന് വെക്കാം. പച്ചമുളക് അതുപോലെ ഒരെണ്ണമൊക്കെ ആക്കി നിർത്താം. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, അതും നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന കറിവേപ്പിലയാണ്. എല്ലാം കൂടെ യോജിച്ച് തന്നെ ഇങ്ങനെ വെക്കുന്ന, അപ്പോൾ നമുക്ക് ആ കരിവേപ്പിലയുടെ ഒക്കെ ഒരു മണം കിട്ടും. പിന്നെ അതിൻ്റെ കുറച്ച് കുരുമുളകൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷൻ, കുരുമുളക് ഇഞ്ചിയൊക്കെ ഓപ്ഷനാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ചേർക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിനകത്ത് 1-2 കൂട്ടം സാധനങ്ങളുണ്ട്. ഇതേണ്ട അതെല്ലാം കൂട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേണ്ട വറുത്ത അരിപ്പൊടി, നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ വറക്കുന്ന സൈസ്, നമ്മൾ ഞാനിത് വൈകിട്ട് തന്നെ വറുത്ത അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി. പിന്നെ ഞാൻ എൻ്റെ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ചേർത്ത് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ കൂടുതൽ ചേർത്തത് റോക്ക് സോൾട്ട് ആയതുകൊണ്ട് ഉപ്പിന് നല്ല ഉറയുണ്ട്. നമുക്കിനി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുഴയുമ്പോഴേ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ കൂട്ട് കുഴഞ്ഞു പോകരുത്, വടക്കൊക്കെ പരുവത്തിനേ ആകാവുള്ളൂ. നമ്മളിന് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ്. വെള്ളം കൂടുതലെന്ന് തോന്നാൽ നമുക്ക് ഇച്ചിരി കടലം അവിടെ ചേർക്കാം. വെള്ളമല്ല, അതിൻ്റെ ലൂസ് കൂടുതലെന്ന് തോന്നിയാൽ.
എന്താ അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുളക് പൊടി, കുരുമുളക്, ഇഞ്ചി ഇതൊക്കെ നമ്മൾ ഓപ്ഷണലാണ്. കാരണം നമുക്ക് വേണ്ട എരി കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കാം. ഇപ്പോൾ അതിൻ്റെ ഇത് വരയ്ക്കൊക്കെ പരത്തുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മൂപ്പിക്കാൻ വേണ്ടിയിട്ട്, വട മൂപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പേ വെച്ച് എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇങ്ങനെ ഉരുട്ടി നമ്മുടെ പരിപ്പോടൊക്കെ പരത്തിനൊന്ന് പരത്തി ഇങ്ങനെ പരത്തിയെടുക്കണം. നമുക്ക് കയ്യലിച്ചിരി എണ്ണയോ വെള്ളമോ വരും തൊട്ടിട്ടാണോ പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇതൊക്കെ ഇതൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടായിരിക്കും എണ്ണ എന്താ ചുവപ്പ് നിറമെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ, ചായക്കടികളൊക്കെ. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന അടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന എണ്ണ ഈ പാത്രത്തിൽ നിന്ന്, പാത്രം എണ്ണ തണുത്ത് കഴിയുമ്പം ആ പാത്രത്തിൽ നിന്ന് അന്നേരം തന്നെ പകർന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചേക്കും. ആ എണ്ണ നമുക്ക് ഒരു ദിവസം കൂടെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം എന്തോ ചായക്കടി ഉണ്ടാക്കി വെച്ച് ബാക്കി വന്ന എണ്ണയാണ് ഈ എടുത്തേക്ക്. അതുകൊണ്ട് നിറം വന്നത് നോക്കി തീ ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒത്തിരി തീ ഇട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് കരിഞ്ഞു പോകും. അകവശം മൂക്കാതെ പുറവും കരിഞ്ഞു പോകും. ചക്കയൊക്കെ വീട്ടിലുള്ളവർ ഇപ്പം തന്നെ എടുത്ത് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കും. ഇനി ഒരു വശം മൂത്തതിന് ശേഷം നമുക്ക് ഉടനെ ഇളക്കരുത്. ഒരു വശം ഒന്ന് മൂത്തതിന് ശേഷം മാത്രമേ ഇളക്കി ഇടാവുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡും തിരിച്ചിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ തിളയൊക്കെ നിന്നതിൻ്റെ ഇനി നമുക്ക് ഇതിനെ എടുക്കാം. തിള നിന്ന് കഴിയുമ്പോൾ രണ്ട് മൂത്തെന്നുള്ള പരുവാകും. ഞാൻ എല്ലാം രണ്ട് സൈഡും തിരിച്ചും പിരിച്ചിരുന്ന് കാണിക്കാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ചുമ്മാ തിരിച്ചും പിരിച്ചിട്ട് എൻ്റെ വീഡിയോയുടെ നീളം കൂട്ടണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ തിരിച്ചും പിരിച്ചിരുന്നൊന്ന് കാണിക്കേണ്ടത്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാക്കിയുള്ളതൊന്ന് നമുക്ക് ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ച ചക്കവടയും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. വട ഇത്ര എനിക്ക് കിട്ടിയുള്ളൂ. കാരണം എന്താ പറയുക, ഉണ്ടാക്കുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിള്ളേരെ കഴിച്ചുകൊണ്ട് പോയി. പിന്നെ അതിന് ഞാൻ ഇത്രയും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി എടുത്ത് ഇനി ഒരാൾക്കൂടെ കൊടുക്കാനുണ്ട്. ആളിനെ ഞാനിപ്പോൾ വിളിക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ചക്കവട അങ്ങനെ വടയുണ്ട്. കുഞ്ഞുണ്ണിയേ ഞാനുണ്ട് കഴിച്ചു നോക്കിയിട്ട്. ചക്കവട കുറച്ചല്ലേ ഇന്നലെ പച്ചച്ചക്ക കിട്ടിയില്ലേ, അതങ്ങോട്ടെടുത്ത് മലയാളം പറയുമ്പോൾ ഉറക്കെ പറയണം. സൗണ്ട് പോകാമെന്നല്ലേ പറയുന്നുണ്ട്. ചക്കയുടെ വലിയ വിവരമൊന്നും അറിയാനില്ല. ചക്ക കുറച്ചേ ഉള്ളായിരുന്നു. അവിയൽ വെക്കാനും വെളുപ്പൊക്കാനും എടുത്ത് ബാക്കി വെച്ചിരുന്നപ്പോൾ അന്നേരം ഞാൻ ഓർത്ത് നേരത്തെ ഒരിക്കൽ ഞാൻ ഫേസ്ബുക്കിനകത്തിലേ ചക്കോടെ എന്നൊരു സാധനം കണ്ടു. ചക്ക കണ്ടപ്പം ഞാൻ വെച്ചിരുന്ന അന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാ. കുഴപ്പമില്ല. അന്നത്തെ കണ്ട് ഓർമ്മ വെച്ച് എങ്ങനെയൊക്കെയും ചെയ്ത് വെച്ചത്. കുഞ്ഞുണ്ണിയേ ഒരു പുതിയ നീ കഴിച്ചു നീ അത് കഴിച്ചു നോക്കും. തെങ്ങുണ്ടെന്ന് പറയാം. എന്തോ സാധനം പറ. ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണ്. എന്താ ചേട്ടൻ പറഞ്ഞ കട്ടയിലാന്ന് അവൻ കൊണ്ടുപോയി. അവിടെ ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാവോ? ബീഫിന്റെ ബീഫിന്റെ കറിയുടെ കൂടെ നല്ല
അത് ശരി ബീഫ് കറിയുടെ നല്ലത് വടയാണോ ബീഫിൻ്റെ അടുത്ത് ഇതിന്റെ അകത്ത് വടയുടെ ടേസ്റ്റ് വെളി കാണുമ്പോ ഉള്ളിവടയുടെ ടേസ്റ്റ് അല്ല ആ അപ്പൊ ഇത് ചക്കവടയാ ചക്കവട ഇന്നലെ ചക്ക ഇട്ടില്ലേ അവരുണ്ടാക്കിയ വടയാ അപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടല്ലോ ആരുടെയെങ്കിലും വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുത്ത് വടയൊന്നുണ്ടാക്കുക നല്ല ടേസ്റ്റാണ് ചക്ക കുറവായിരുന്നു ചക്ക ടേസ്റ്റ് ചക്കയുടെ ഒന്നും ടേസ്റ്റ് അതിൻ്റെ വന്നേന് അപ്പം നമുക്ക് ചക്ക ഉണ്ടാക്കി നോക്കാം ചക്ക ഇനി ഒന്നും കിടപ്പുണ്ടാക്കി ഇട്ട് ഉണ്ടാക്കാൻ തന്നെ കൂടുതലുണ്ടാക്കി തരാം ചക്കയുടെ ടേസ്റ്റ് ഇല്ല ചക്കയുടെ ടേസ്റ്റ് ഇല്ല ചക്ക കുറവായിരുന്നു ഉണ്ടാകുന്ന ചക്ക ഉണ്ടാക്കിയത് അവിയലും പുഴുക്കൊക്കെ വെച്ചാൽ ബാക്കി ഇച്ചിരി ചക്കയെ മാറ്റി വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് ഇതുപോലത്തെ നമുക്ക് രുചികരമായ വിഭവങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ.